ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പാലവിടെ നമ്മൾ തിളപ്പിച്ച് വെച്ചുക്കണു, അട വേവിച്ച് വെച്ചുക്കണു കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ, ഞാൻ ഇടാൻ മറന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇതിൽ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പം ഏതായാലും വീഡിയോ അങ്ങനെ കിടക്കണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ പഞ്ചസാരയോടെ അങ്ങനെ ഉരുകാൻ വെച്ചുക്കണം കേട്ടോ. അതപ്പോൾ നമ്മളിങ്ങനെ ഇതാക്കി എടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലട പായസത്തിന് ഒരു പിങ്ക് നിറം ഉണ്ടാവില്ലേ, അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ആദ്യം ഉരുക്കണത്. അപ്പോൾ ഇതാ നമ്മൾ അട ഇവിടെ വേവിച്ച് മാറ്റി വെച്ചുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം കേട്ടോ, ഒരു അരമണിക്കൂർ നേരമൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് വെന്ത് കിട്ടും. അതിന് ശേഷമാണ് നമ്മളിത് പായസം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പഞ്ചസാരയൊക്കെ ഇവിടെ ഇങ്ങനെ ഉരുകി വന്നിക്കണം. അങ്ങനെ അതിങ്ങനെ ഉരുകി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ആരും പേടിക്കുകയും ചെയ്യരുതേ, പഞ്ചസാര ആദ്യം ഒന്നും ഇങ്ങനെ കട്ടാവും കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരം ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആ പാല് ഞാനിവിടെ ആദ്യം തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അട ഇട്ട് കൊടുക്കണം. അതുപോലെ പഞ്ചസാരയുടെ മേലെ ഇങ്ങനെ കണ്ടോ പാല് നിൽക്കണം, അതൊക്കെ നമുക്ക് എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കളയട്ടെ. ശരിക്കും കട്ടൻ ചായ പോലെ ഉണ്ടല്ലേ. അപ്പോൾ നീ ഏതായാലും ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ പഞ്ചസാരയുടെ ഇത് നമുക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്നും നല്ല എടുത്ത വീഡിയോ ഒന്നല്ല കേട്ടോ, അത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പഞ്ചസാരയുടെ ഇത് ഞാൻ ഇതിലേക്ക് പാർന്ന് കൊടുത്തുക്കണം പാലിലേക്ക്. പിന്നെ അത് പാലിങ്ങനെ അടുപ്പത്ത് വെച്ചുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാലൊന്നും കൂടി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അട ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിരിക്കണ കാണുമ്പോൾ ശരിക്കും ചോറ് പോലെ തോന്നുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക്, ഇത് അടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതായാലും ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് അടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് തിളച്ച് നമുക്ക് വറ്റി ഇങ്ങനെ വരണം, കുറുകി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ സമയത്ത് നോക്കണം കേട്ടോ പഞ്ചസാരയൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം തന്നെ കണ്ടില്ല ഒരു പിങ്ക് കളറൊക്കെ വന്നില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഒരുവിധം വേവട്ടെ, എന്നിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇനി അപ്പോൾ ഇതാ ഒരു വിധമൊക്കെ നമ്മൾ പാലട അങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആയി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാലട പായസം ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ടോ, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഇനി പായസം കുടിക്കട്ടെ കേട്ടോ.